കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഗുരു എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തന്ന ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ട്. ആ റെസിപ്പി എന്താണെന്നുള്ളത് കുറച്ച് പേരെങ്കിലും ഒന്ന് ക്യൂറിയസ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ റെസിപ്പി. ഈ ഒരു സാധനം കഴിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ഐറ്റം എന്താണെന്ന് മനസ്സിലായവർ ആ ഐറ്റത്തിൻ്റെ പേര് കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇത് ഇത്രയും കാണുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും ഇത് വിചാരിച്ചിട്ടുണ്ടാവും ഇത് സാധാരണ ബണ്ണല്ലേ എന്ന്. അതായത് ഈ പനി ജലദോഷമൊക്കെ വരുമ്പോൾ മാത്രം കഴിക്കാറുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഐറ്റം അല്ലേ എന്നുള്ളത് നിങ്ങളിൽ ആരെങ്കിലും വിചാരിച്ചതെന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾക്കത് തെറ്റി കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു ഔട്ടർ കോട്ടിങ്ങും പിന്നെ അതേപോലെ തന്നെ ആ സോസും കൂടി ചേർത്ത് കഴിക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, ആ യൂട്യൂബറിൻ്റെ പേര് ഞാൻ മറന്നു, ആൾ പറയാറുണ്ടല്ലോ സ്വർഗം എന്ന്. ആ സ്വർഗം ഞങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ആ സ്വർഗം താനെ ഞങ്ങളുടെ കൺമുന്നിൽ വന്നിരിക്കും, അത് ഉറപ്പാണ്. മണ്ണിൻ്റെ ഔട്ടർ ലെയറിൽ ഞങ്ങൾ ഈ കൊടുക്കുന്ന ഈ ഒരു ക്രംസ് ഉണ്ടല്ലോ, ആ ക്രംസ് ചെയ്തെടുക്കാനാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. പിന്നെ അതേപോലെ തന്നെ ആ ബണ്ണിൻ്റെ പാകം, ബണ്ണ് ചെയ്യുന്ന മിക്കവർക്കും അറിയാം, ആ ചെറുതായിട്ടൊന്ന് പാകം തെറ്റിയാൽ പോലും ആ ഒരു ടേസ്റ്റ്, ആ ബണ്ണിൻ്റെ സ്ട്രക്ചർ ഒന്നും കിട്ടത്തില്ല എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഔട്ടർ ലെയറിൽ കൊടുക്കുന്ന ഈ ക്രംസ് ആണെങ്കിലും ആ കറക്റ്റ് ആ ഒരു സ്ട്രക്ചറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ ബോള് പോലെയാണ് അതിന് വരുന്നത്. അത് ഞങ്ങൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബണ്ണിൻ്റെ ഔട്ടർ ലെയറിൽ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വെച്ചതുപോലെ, കുഞ്ഞു കുഞ്ഞു മുത്തുകൾ നിരത്തി വെച്ചതുപോലെയാണ് ആ ബണ്ണ് കാണാനുള്ളത്. നല്ല ഭംഗിയാണ്, കാണാനും നല്ല അട്രാക്ഷനാണ്. അതേപോലെ തന്നെ ആ ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. ക്രംസ് എല്ലാം ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഒന്നുകൂടി ബണ്ണ് റൈസ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ബേക്ക് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ ആ ഐറ്റം കാണാനായിട്ട്, ആ ബണ്ണ് കാണാൻ തന്നെ എന്ത് സുന്ദരമാണെന്നറിയോ. അതായത് ആ ഒരു ചെറിയ ചെറിയ മുത്തുകൾ ഇങ്ങനെ ആ ബണ്ണിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഈ ഒരു സോസ് കൂടി ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നല്ല രസമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് അധികം ഞാൻ തന്നെ ചെയ്തിട്ട് കഴിക്കുമ്പോൾ അത്രയും സന്തോഷം കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്ന അനൂപ് എന്നാണ് എൻ്റെ ഗുരുയുടെ പേര്. അപ്പോൾ അനൂപേട്ടനോടുള്ള സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഈ ഒരു ഐറ്റം കഴിക്കുവാണ്. ഞാനും കഴിച്ചു, പിന്നെ അതേപോലെ തന്നെ മോനെയും കൂട്ടി പിടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും താഴെ വെക്കാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. ആള് ഇടയ്ക്കിടയ്ക്ക് എന്നെ തോണ്ടി അമ്മ തായോ തീർക്കല്ലേ, എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റൊരു റഷ് ആയിരുന്നു ഈ ഐറ്റം കഴിച്ചു തീർക്കാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇത് കഴിച്ചിട്ടുള്ളവർ അതിന്റെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞേക്കും കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോ. താങ്ക് യു.